പ്രിയമുള്ളവരെ, വചനജ്വാല 1650 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 8 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്നത്തെ പൊൻസുദിനത്തിലെ വചനവായനയിൽ ജെറമിയായുടെ പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നാം ശ്രവിക്കുക. ജെറമിയ ന്യായാസനത്തിൽ. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, നീ ദേവാലയ അങ്കണത്തിൽ ചെന്നു നിന്ന് കർത്താവിന്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന യൂദാ നിവാസികളോട് ഞാൻ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുക. ഒരു വാക്കുപോലും വിട്ടുകളയരുത്. അവർ അത് ശ്രദ്ധിച്ച് തങ്ങളുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം. അപ്പോൾ അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന നാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. നീ അവരോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ അനുസരിച്ച് ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ചരിക്കാതെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടും തുടർച്ചയായി നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെയും ഇരുന്നാൽ ഈ ഭവനത്തെ ഞാൻ ശീലോ പോലെയാക്കും. ഈ നഗരത്തെ ഞാൻ ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ശപിക്കാനുള്ള മാതൃകയാക്കും. ദേവാലയത്തിൽ വെച്ച് ജെറമിയ ഇങ്ങനെ പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും കേട്ടു. ജനത്തോട് പറയാൻ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും ചേർന്ന് അവനെ പിടികൂടി. അവർ പറഞ്ഞു, നീ മരിച്ചേ മതിയാകൂ. ഈ ആലയം ശീലോ പോലെയാകും, ഈ നഗരം വിജനമാകും എന്ന് നീ കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചതെന്തിന്? ജനം മുഴുവൻ ദേവാലയത്തിൽ അവന്റെ ചുറ്റും കൂടി. യൂദയായിലെ പ്രഭുക്കന്മാർ ഇതറിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്നിറങ്ങി ദേവാലയത്തിൽ വന്ന് പുതിയ കവാടത്തിന് സമീപം ആസനസ്ഥരായി. അപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും ജനത്തോടുമായി പറഞ്ഞു, ഇവൻ മരണത്തിന് അർഹനാണ്. എന്തെന്നാൽ ഇവൻ ഈ നഗരത്തിനെതിരായി പ്രവചിച്ചിരിക്കുന്നു, നിങ്ങൾ തന്നെ കേട്ടതാണല്ലോ. അപ്പോൾ പ്രഭുക്കന്മാരോടും ജനത്തോടുമായി ജെറമിയ പറഞ്ഞു, നിങ്ങൾ കേട്ട വാക്കുകൾ ഈ നഗരത്തിനും ഈ ആലയത്തിനെതിരായി പ്രവചിക്കാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചത്. നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുവിൻ. നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെ കുറിച്ച് അപ്പോൾ അവിടുന്ന് അനുതപിക്കും. ഞാനിതാ നിങ്ങളുടെ കൈകളാണ്. നീതിയും യുക്തവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തു കൊള്ളുക. എന്നാൽ ഇതറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങളുടെയും ഈ നഗരത്തിന്റെയും നഗരവാസികളുടെയും മേൽ നിഷ്കളങ്ക രക്തമായിരിക്കും പതിക്കുക. എന്തെന്നാൽ ഈ വാക്കുകൾ നിങ്ങളോട് പറയാൻ സത്യമായും കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഭുക്കന്മാരും ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും പറഞ്ഞു, ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനല്ല. എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് ഇവൻ സംസാരിച്ചത്. അപ്പോൾ ദേശത്തെ ചില ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് കൂടിയിരുന്ന ജനത്തോട് പറഞ്ഞു, യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് മൊഷോറോത്തിലെ മിക്ക എന്ന പ്രവാചകൻ യൂദാ നിവാസികളോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോൻ വയല് പോലെ ഉഴുതുമറിക്കപ്പെടും,
ജെറൂസലേം ഒരു കൽക്കൂമ്പാരമാകും. ഈ ആലയമിരിക്കുന്ന മല ഒരു വനാന്തരമാകും. എന്നിട്ട് യൂദാ രാജാവായ ഹെസക്കിയായും യൂദാ രാജ്യവും അവനെ വധിച്ചു. അവർ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുകയുമല്ലേ ചെയ്തത്. അവർക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെ കുറിച്ച് കർത്താവ് അനുതപിച്ചില്ലേ? എന്നാൽ വലിയ അനർത്ഥമാണ് നാം നമ്മുടെ മേൽ വരുത്തിവെക്കാൻ പോകുന്നത്. കിരിയാത്ത്-യാറാമിലെ ഷമായുടെ പുത്രൻ യൂറിയ എന്നൊരുവനും കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചു. അവൻ ഈ നഗരത്തിനും ദേശത്തിനും എതിരായി ജെറമിയ പറഞ്ഞതുപോലെയാണ് പ്രവചിച്ചത്. യഹോയാക്കീം രാജാവും പടയാളികളും പ്രഭുക്കന്മാരും അത് കേട്ടു. അപ്പോൾ രാജാവ് അവനെ വധിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഊറിയ ഇതറിഞ്ഞ് ഭയന്ന് ഈജിപ്തിലേക്ക് ഓടി. യഹോയാക്കീം രാജാവ് അക്ബോറിന്റെ മകൻ എൽനാഥനെയും കൂട്ടി അങ്ങോട്ട് ചിലരെയും അയച്ചു. അവർ ഊറിയ ഈജിപ്തിൽ നിന്ന് യഹോയാക്കീം രാജാവിന്റെ അടുക്കൽ വന്ന് പിടിച്ചു കൊണ്ടുവന്നു. രാജാവ് അവനെ വാളുകൊണ്ട് വധിച്ച് പൊതു ശ്മശാനത്തിൽ എറിഞ്ഞു. എന്നാൽ ജനം ജെറമിയായെ വധിക്കാതെ ഷഹാന്റെ പുത്രൻ അഹിക്കാം അവനെ രക്ഷിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് ദൈവത്തിന്റെ വിശുദ്ധ യോഹന്നാനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. പോർച്ചുഗലിൽ ദരിദ്ര കുടുംബത്തിൽ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്നാണ് യോഹന്നാൻ ജനിച്ചത്. കാസ്റ്റീലിൽ ഒരു പ്രഭുവിന്റെ കീഴിൽ ഒരാട്ടിടയന്റെ ജോലിയാണ് യോഹന്നാൻ ചെയ്തിരുന്നത്. 1522 പ്രഭുവിന്റെ കാലാൾപ്പടയിൽ ചേർന്ന് ഫ്രഞ്ചുകാരും സ്പെയിൻകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ പങ്കെടുത്തു. ഹംഗറി ടർക്കിക്കെതിരായി നടത്തിയ യുദ്ധത്തിലും അദ്ദേഹം ഭാഗവാക്കാക്കി. അശുദ്ധ സമ്പർക്കത്താൽ ദൈവത്തെ ദ്രോഹിക്കുന്നുണ്ടായിരുന്ന ഭയം അദ്ദേഹം നഷ്ടപ്പെടുത്തി. യുദ്ധം കഴിഞ്ഞ് സൈന്യത്തെ പിരിച്ചുവിട്ടപ്പോൾ സെവീലിൽ ഒരു പ്രഭുവിന്റെ കീഴിൽ ആട്ടിടയനായി. അന്ന് 40 വയസ്സ് പ്രായമായിരുന്നു. ഇക്കാലത്ത് തന്റെ ഭൂതകാല തെറ്റുകളെപ്പറ്റി ഓർത്ത് അദ്ദേഹം സങ്കടം തോന്നുകയും രാവും പകലും പ്രാർത്ഥനയിലും ആശാനിഗ്രഹങ്ങളിലും ചെലവഴിച്ചു. ഇതുകൊണ്ട് തൃപ്തിപ്പെടാതെ അവശ സേവനത്തെ ലക്ഷ്യമാക്കി ആഫ്രിക്കയിലേക്ക് പോയി. ജിബ്രാൾട്ടറിൽ വെച്ച് ഒരു കുടുംബം കഷ്ടപ്പെടുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം അവിടെ താമസിച്ച് കൂലിപ്പണി ചെയ്ത് ആ കുടുംബത്തെ സംരക്ഷിച്ചു. പിന്നീട് അദ്ദേഹം ഒരു പുസ്തക വിൽപ്പനശാല നടത്തി. അക്കാലത്ത് ഗ്രനഡയിൽ വെച്ച് ആവിലായിലെ വിശുദ്ധ യോഹന്നാന്റെ പ്രസംഗം കേട്ടപ്പോൾ അനിതാഭാവരിതനായി ദേവാലയത്തിൽ വെച്ച് ഉറക്കെ നിലവിളിക്കാനിടയായി. ഒരു ഭ്രാന്തനെ പോലെ തെരുവീതിയിൽ കൂടെ നടന്ന് പാപപരിഹാരം ചെയ്തുകൊണ്ടുവരുന്നു. ആവിലായിലെ വിശുദ്ധ യോഹന്നാന്റെ അടുക്കൽ അദ്ദേഹം ഒരു മുഴുവൻ കുമ്പസാരം നടത്തി. അന്ന് അദ്ദേഹത്തിന് 40 വയസ്സായിരുന്നു. അദ്ദേഹത്തിനെ ഭ്രാന്താണെന്ന് കരുതി അദ്ദേഹത്തെ ഭ്രാന്താലയത്തിൽ താമസിച്ചു. ഭ്രാന്താലയത്തിൽ അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. ഭ്രാന്താലയത്തിൽ നിന്ന് പോന്നശേഷം വിറക് വിൽപ്പന ആരംഭിക്കുകയും ലാഭം കൊണ്ട് വാടക കെട്ടിടത്തിൽ അഗതികളെ സംരക്ഷിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ 1540 ഉപവിയുടെ സഭ സ്ഥാപിക്കാനും ദരിദ്രമന്ദിരം സ്ഥിരമായി നടത്താനും കഴിഞ്ഞു. സഭയുടെ നിയമങ്ങൾ എഴുതിയതും ഔദ്യോഗികമായി സ്ഥാപനം നടത്തിയതും അദ്ദേഹത്തിന്റെ മരണശേഷമാണ്. പ്രഥമാംഗങ്ങൾ 1570 വ്രതങ്ങൾ സ്വീകരിച്ചത്. സാധു സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്തത്തിനും കുറവ് വരുത്തിയില്ല. സാധു മന്ദിരങ്ങളിൽ ഉള്ളവരെ മാത്രമല്ല, സ്വഭവനങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും അദ്ദേഹം സഹായിച്ചു കൊണ്ടിരുന്നു. തന്റെ ആശുപത്രിക്ക് തീ പിടിച്ചപ്പോൾ അദ്ദേഹം തീയിൽ കൂടെ കടന്നു ചെന്ന് രോഗികളെ തോളിൽ വഹിച്ച് രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ശരീരം പൊള്ളിയില്ല. കഠിനമായ അധ്വാനത്താൽ ക്ഷീണിതനായി യോഹന്നാൻ 55-ാം വയസ്സിൽ നിര്യാതനായി. 1690
അലക്സാണ്ടർ 9 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. എളിമയും ഉപവയായിരുന്നു യോഹന്നാന്റെ വിശുദ്ധിക്ക് നിദാനം. പ്രിയരെ, നിങ്ങൾക്കും ഇപ്പോൾ സമയമുണ്ട്. കഴിവനുസരിച്ച് എല്ലാവരും സദാ നന്മ ചെയ്യുക. ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.